തുടർച്ചയായി 5 തവണ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മുസ്ലിം ആധിപത്യമുള്ള സമഗൂരിയെ വിജയിപ്പിക്കാൻ ബി.ജെ.പി. ബീഫ് വിതരണം ചെയ്തുവെന്ന ആരോപണത്തോട് പ്രതികരിച്ച ശർമ്മ, സമഗൂരി 25 വർഷമായി കോൺഗ്രസിനൊപ്പമായിരുന്നു. സമഗൂരിയിൽ ഇത്രയും ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് തോറ്റത് ഏറ്റവും വലിയ നാണക്കേടാണ്. അത് ബി.ജെ.പിയുടെ വിജയത്തേക്കാൾ കോൺഗ്രസിന്റെ പരാജയമാണ്. ഞാൻ അടുത്ത നിയമസഭയിൽ ബീഫ് പൂർണ്ണമായും നിരോധിക്കും. പിന്നെ ബി.ജെ.പി, എ.ജി.പി, സി.പി.എം ആർക്കും ബീഫ് വാഗ്ദാനം ചെയ്യാൻ കഴിയില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും ബീഫ് കഴിക്കുന്നത് നിർത്തണം. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ബീഫ് വിഷയത്തിലുള്ള തന്റെ നിലപാട് സംബന്ധിച്ച് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷന് കത്തെഴുതുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ മാസം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി എം.പി റാക്കിബുൾ ഹുസൈന്റെ മകൻ തൻസിലിനെ ബി.ജെ.പിയുടെ ദിപ്ലു രഞ്ജൻ ശർമ്മ 24,501 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ദുബ്രി ലോക്സഭാ മണ്ഡല സീറ്റിൽ നിന്ന് 10.12 ലക്ഷത്തിലധികം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഹുസൈൻ പാർലമെന്ററിയൻ ആകുന്നതിന് മുൻപ് തുടർച്ചയായി 5 തവണ സമഗുരിയിൽ നിന്നുള്ള MLA ആയിരുന്നു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.